ആഘോഷമാക്കാൻ ഇതാ ഒരു ഓണക്കാലം കൂടി വരവായി. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പൊന്നോണത്തിന് വരവേൽക്കാനായി മലയാളികൾ കാത്തിരിക്കുകയാണ്. അത്തം മുതൽ തിരുവോണം വരെ മലയാളികളുടെ മുറ്റത്ത് ആഘോഷം തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ഓണാഘോഷം ഉത്സവമാക്കാൻ ദാ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട്. ഈ വീട്ടുമുറ്റത്ത് പൂക്കളിടുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. കാരണം എൻ്റെ കുട്ടിക്കാലവും ഞാൻ പണ്ട് പൂക്കളം ഇട്ടതും ഓണക്കാലം ആഘോഷിച്ചതും ഒക്കെ എൻ്റെ ഓർമ്മയിലൂടെ വരുന്നുണ്ട്. നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയ ഓരോരോ പദ്ധതികൾ ഇവിടെ എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചും പറഞ്ഞും ഒക്കെ നമുക്ക് വിശേഷങ്ങൾ അറിയാം. ഞാനൊരു ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഓട്ടോയിൽ കയറി നൈസായിട്ട് പോയിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നതേ നാരായണി ചേച്ചിയുടെ പൂന്തോട്ടത്തിലാണ്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ത് സുന്ദരമാണ് കാണാൻ എന്നുള്ളത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ആദ്യമെല്ലാം നമ്മൾ പച്ചക്കറിയാണ് ഉണ്ടാക്കിന്. അത് പിന്നെ ഇപ്പം 2 കൊല്ലമായിട്ട് ഈ പൂവിന് ഇത് കഴിച്ചിട്ട് പിന്നെ അതിന് നട്ടിക്ക് തുടങ്ങും. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ലാഭം വരുന്നത്? ലാഭം കഴിഞ്ഞാലും നമുക്ക് ചിലവായ പൂ വിറ്റിട്ട് കിട്ടി. അപ്പോൾ ലത ചേച്ചി, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം? ഓണത്തിനൊരു പൂത്താലം എന്ന പദ്ധതി നമ്മൾ പഞ്ചായത്ത് തന്നെ വെക്കുകയും അത് എല്ലാ ജനങ്ങളിലും എത്തിക്കുകയും കുടുംബശ്രീ മുഖാന്തരം വീടുകളിൽ കുടുംബശ്രീ മുഖാന്തരം കൂട്ടായി നടത്തുകയും അതിലുപരിയായി കൂട്ടായി നടത്താൻ പറ്റാത്തവർ വീടുകളിൽ ഒറ്റക്കൊറ്റക്ക് നടത്തി എല്ലാവർക്കും വേണ്ടുന്ന പൂക്കൾ അവരവരുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതി കൊണ്ടുവന്നത്. അത് പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാം. നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ നട്ടു വളർത്തിയ ഈ പൂക്കൾ കാണുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. എങ്ങനെയൊക്കെയാണ് ഈ ഒരു പച്ചക്കറി തോട്ടം കൊണ്ട് നടക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ലാഭം, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം. ഞാനൊരു 35 കൊല്ലമായി ഈ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് ഇതുവരെ മോശം വന്നിട്ടില്ല. എന്തൊക്കെ കൃഷികളുണ്ട് ഇപ്പോൾ ഇവിടെ? ഇപ്പം വെണ്ടയുണ്ട്, പാവലുണ്ട്, പയറുണ്ട്, നരമ്പൻ, കക്കിരി, വഴുതന, പിന്നെ മറ്റേ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ഉണ്ട്. ചേന, ചേമ്പ്, കാച്ചില്. ഈ ഓണത്തിന് മാത്രമാണോ അല്ലെങ്കിൽ അല്ല, ഒരു വർഷം 4 കൃഷി ചെയ്യുന്നു. 4 കൃഷി കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓണക്കാലം ചരിത്രം സൃഷ്ടിക്കാനായിട്ട് കുടുംബശ്രീ ഓണച്ചന്തകൾ ഒരുങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട പച്ചക്കറികളും തുണിത്തരങ്ങളും ചിപ്സ്, ശർക്കര വരട്ടി എല്ലാ മിക്ക ഉൽപ്പന്നങ്ങളും നമുക്ക് ഈ ഓണച്ചന്തയിൽ പോയാൽ ലഭ്യമാവും.
കുടുംബശ്രീയുടെ പൂക്കൃഷിയൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി 5000 എണ്ണം ഗിഫ്റ്റ് ഹാമ്പറുകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ആമിന താത്തനോട് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ കുടുംബശ്രീയുടെ വകയായിട്ട് നമുക്ക് ഗിഫ്റ്റ് ഹാമ്പറുകൾ തരുന്നുണ്ടല്ലോ. അപ്പൊ അത് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്, എങ്ങനെയൊക്കെയാണ്? അതിൽ കുറേ ഐറ്റംസ് ഉണ്ട്. എന്തായാലും സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള വിലയും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അതെ. എന്തായാലും ഈ ഓണത്തിന് നല്ലൊരു എന്താ പറയാ, നല്ലൊരു സമ്മാനങ്ങളാണ്. അതെ, മായൊന്നും ഇല്ലാത്തത് ഉപയോഗിക്കാൻ പറ്റും. അതെ, നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ മേടിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് പിന്നെ അവർ ഒരുപാട് നാള് നീണ്ടു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചേർക്കുന്നുണ്ടെന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ. പക്ഷെ ഇത് നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയിട്ട് കുട്ടികൾക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം. ഇപ്രാവശ്യത്തെ ഓണം ആഘോഷമാക്കാൻ 6 ലക്ഷം കുടുംബങ്ങൾക്കാണ് സർക്കാർ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് ഈ ഓണക്കിറ്റ് അനുവദിച്ചിരിക്കുന്നത്. ഈ നാടുണ്ടല്ലോ, അടിപൊളി വ്യൂ ആ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകാനേ തോന്നില്ല ഈ നാട്ടിൽ നിന്ന്. എന്നാലും ഒരുപാട് ഹാപ്പി ആട്ടോ. യാത്രയിലൂടെ കണ്ടു പോവാം. ഓക്കെ. ഇതാണല്ലേ സപ്ലൈക്കോ? ആ, ചേച്ചി വരുന്നില്ലേ? ഇല്ല, വാങ്ങിട്ടോ. ഞാൻ വാങ്ങി. ആണോ? എന്നാ ഞാൻ പോയി മേടിച്ചിട്ട്. ഭക്ഷ്യവിതരണ വകുപ്പ് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചു കഴിഞ്ഞു. അപ്പം നമുക്ക് ഇതിന് ഏതൊക്കെയാണ് നമുക്ക് സബ്സിഡിയുള്ള സാധനങ്ങൾ, എന്തൊക്കെയാണ് ഇവിടുത്തെ ഓണവിശേഷങ്ങൾ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. മാനേജറുടെ അടുത്ത് തന്നെ ചോദിക്കാം, എന്തൊക്കെയാണ് നമുക്കിവിടെ സബ്സിഡി ഉള്ള സാധനങ്ങൾ? ഏകദേശം എല്ലാ സാധനങ്ങളും സബ്സിഡി ആയിട്ടുണ്ട്. വെണ്ടറായാലും കടല, തോരപ്പരിപ്പ്, ചെറുപയർ, മല്ലി, മുളക് എല്ലാം സബ്സിഡി ആയിട്ടുണ്ട്. പിന്നെ കൂടാതെ 25 രൂപക്ക് ഒരു കാണിന് 20 കിലോ അരി വീതം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ കുറുവേരി, മട്ടരി, ജയരി ഇത് 33 രൂപയ്ക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലായി കഴിഞ്ഞ വർഷത്തെക്കാളും ഒരുപാട് സാധനങ്ങൾ ഔട്ട്ലെറ്റ് വന്ന് നിറഞ്ഞിട്ടുണ്ട്. അതിന് കണക്കായി ജനങ്ങളും ഒരുപാട് നമ്മൾ സമീപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാളും ഒരുപാട് നല്ല രീതിയിൽ സാധനങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും വന്നിട്ട് എല്ലാം മേടിക്കുന്നുണ്ട്. ഓണത്തിന്റെ തിരക്ക് തന്നെയാണ്. വൻപയർ, ചെറുപയർ, തുവരം പരിപ്പ്, പഞ്ചസാര ഇതൊക്കെ നമുക്ക് സബ്സിഡി ഐറ്റങ്ങളാണ്. അപ്പൊ ഇതിനൊക്കെ എത്രയാണ് നമ്മുടെ വിലയുടെ വന്നിട്ടുള്ളത്? ഒരു കാർഡിന് 37 രൂപയാണ്. പുറം മാർക്കറ്റ് 45-46 രൂപയോളം എടുക്കുന്നുണ്ട്. അതുപോലെ പരിപ്പിന് 125 രൂപയുടെ പരിപ്പ് നമ്മൾ 95 രൂപയ്ക്ക് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നുണ്ട്, 25 അടക്കം. പിന്നെ അതുപോലെ കടലക്ക് ഒരു 90 രൂപ പുറത്ത്, ഏകദേശം 100 രൂപ പുറത്തുണ്ടാവും. അത് നമുക്ക് ഒരു 67 രൂപക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. വെളിച്ചെണ്ണ ഇന്ന് സപ്ലൈക്കോയിൽ കൊടുക്കുന്നത് 339 രൂപയ്ക്കാണ്. നമ്മുടെ പുറത്ത് ഇത്രയും അധികം വിലയുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. ചേച്ചി, എന്തൊക്കെയാണ് ഓണത്തിന്റെ വിശേഷങ്ങൾ? പറയും. നല്ല വിശേഷം. ഇത് സാധാരണക്കാരായ ജനങ്ങൾക്കൊരു ഉപകാരമാണ് ഇങ്ങനെ കിട്ടുന്നത്. കാരണം പുറത്തുള്ള വിലയേക്കാളും അല്ലേ ഇപ്പൊ എല്ലാം ഇപ്പൊ നമുക്കറിയാം, വെളിച്ചെണ്ണയ്ക്കും ഒക്കെ ഭയങ്കര വിലയാണ്. എല്ലാ സാധനങ്ങൾക്കും നല്ല വിലയാണ്. അതിന്നൊരു മോചനമാണ്, ആശ്വാസമാണ് നമുക്ക് അല്ലേ? അപ്പൊ എന്തായാലും ഹാപ്പിയാണ്. ഓക്കെ. ഓണക്കാലത്ത് നമുക്ക് ഒരു സമ്മാനങ്ങളുടെ പെരുമഴ തന്നെയാക്കാം. അപ്പോൾ ഇതാ എല്ലാവർക്കും ഓണത്തിന് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലോ ഒക്കെ ഇതാ ഈ ഗിഫ്റ്റ് കാർഡ് വഴി നമുക്ക് സപ്ലൈകോയിലൂടെ അവൈലബിൾ ആണ്. ഗവൺമെൻറ് തരുന്ന ഈ ആനുകൂല്യം നമുക്ക് എത്രത്തോളം
സമാധാനം തരുന്നുണ്ട്. സബ്സിഡി കിട്ടുന്നതുകൊണ്ട് കുറേ സമാധാനമുണ്ട്. സബ്സിഡി കിട്ടുന്നതുകൊണ്ട് ഒരുപാട് സമാധാനമുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണല്ലേ. കാരണം എത്രയോ പേര് എന്താ പറയുക, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണക്കാർക്ക് അത് താങ്ങാവുന്നതല്ല. പക്ഷെ നമുക്കിത് ഗവൺമെൻറ് തരുന്ന ഈ ഒരു ആനുകൂല്യം, അത് എത്രയോ ഓണക്കാലം നമുക്ക് അടിച്ചു പൊളിക്കാം. ഈ ഓണക്കാലത്ത് ഏതൊക്കെയാണ് നമുക്ക് അരി കൊടുക്കുന്നത്? ഓണക്കാലത്ത് ഇപ്പോൾ ഒരു റേഷൻ കാർഡിൽ 8 കിലോ ആണ്. അതായത് മാസം ആദ്യത്തെ 15-ാം തീയതി വരെ ഒരു 4 കിലോ, അതിനുശേഷം 4 കിലോ. 4 കിലോ. അത് മട്ടരി ഉണ്ട്, കുറുവരി ഉണ്ട്, ജയരി. മട്ടേരി, കുറുവയരി, ജയരി. പിന്നെ ഇതുകൂടാതെ പച്ചരി ഉണ്ട്. അത് പിന്നെ 10-15 കിലോ മണിക്ക 25 രൂപയേ ഉള്ളൂ. 25 രൂപയേ ഉള്ളൂ. ഇത് കണ്ടോ, നമുക്ക് എടുക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഇതാ, ഇത് ഓണത്തിനുള്ള സമൃദ്ധി കിറ്റാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് ചേട്ടൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കാം. ചേട്ടാ, എന്തൊക്കെയാണ് ഇതിനകത്തൊക്കെ ഉള്ളത്? ആട്ടയുണ്ട്, ആട്ട, മിൽമ നെയ്യുണ്ട്, അതുപോലെ വെള്ളപ്പൊടി ഉണ്ട് പായസം വെക്കാൻ വേണ്ടി, പായസം വെക്കാനുള്ള ഓണത്തിന്. ശബരിയുടെ സേമിയ പായസം മിക്സ് ഉണ്ട്. അതുപോലെ 1 കിലോ കടല നമ്മൾ ഗിഫ്റ്റായി കൊടുക്കാൻ പറ്റും. പിന്നെ ഗോൾഡ് പ്രീമിയം ചായപ്പൊടി, ചായ വെച്ച മല്ലിപ്പൊടി ഉണ്ട്, മല്ലിപ്പൊടി, അതുപോലെ ജീരകമുണ്ട്, 100 ഗ്രാം ജീരകം, ശബരി ജീരകം. ഈ പുട്ടുപൊടി 1 കിലോന്റെ ശബരി പുട്ടുപൊടി, ശബരി പുട്ടുപൊടി. പിന്നെ പായസത്തിന് ആവശ്യമായ ചെറുപരിപ്പ്, മിൽമ നെയ്യ്, നെയ്യ് 2 ബോട്ടിലുണ്ടല്ലേ, പരിപ്പ്, പിന്നെ ഉലുവ, 1 കിലോ പഞ്ചസാര, 1 കിലോ പഞ്ചസാര, പഞ്ചസാര, അരി കൂടുതൽ അരി കുറുവ കൊടുക്കുന്നത്, അരിയും ഉണ്ട്. പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ് ഈ സപ്ലൈകോയിലുള്ളത്. ഇപ്പം മനസ്സിലായില്ലേ, ഓണം ഉണ്ണാൻ കാണും വിൽക്കേണ്ട കാര്യമില്ലാന്ന്. എന്തായാലും ഇവിടെ നല്ല തിരക്കായിട്ട് വരുവാണ്. നമുക്കിനി ചെറുതായിട്ടൊന്ന് മൂവ് ആവാം. ഓക്കെ, എനിക്ക് ഓണക്കോടി എടുക്കാണ്ട്. ചേച്ചി എടുത്തായിരുന്നോ? ഞാൻ എടുത്തു. നമുക്കൊന്നും കൂടി എടുക്കാന്നേ. എന്നാ വിട്ടോ, നേരെ വിട്ടോ. ചേച്ചി, ബാബുവേട്ടന്റെ വീട് എവിടെയാ? ബാബുവേട്ടന്റെ വീട് അങ്ങ് അവിടെയാ. അവിടെയാണല്ലേ. ഈ ഓണക്കാലത്തെ ബാബു ചേട്ടന് ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു പുതിയ വീട് സർക്കാർ പണിതു കൊടുത്തിട്ടുണ്ട്. അതും മാത്രമല്ല, ബാബു ചേട്ടന് പെൻഷനും കിട്ടി. ഇപ്പൊ ബാബു ചേട്ടനും ഫാമിലിയും ഒക്കെ വളരെ ഹാപ്പിയാണ്. ചേച്ചി ഇരുന്നോ? അല്ല, പോയിട്ട് വാ. ശരി, ഞാൻ പോയിട്ട് വരാം. പോയിട്ട്. നമസ്കാരം ബാബുവേട്ടൻ. അപ്പൊ ഇന്നലെയാണ് നമ്മുടെ ഈ വീടിന്റെ പാലുകാച്ചി കഴിഞ്ഞത് അല്ലേ? അതെ. അപ്പൊ ഈ ഓണക്കാലത്ത്, ഈ ഓണത്തിന് മുമ്പ് തന്നെ നമുക്ക് ഈ വീട് എല്ലാം സെറ്റാക്കി തന്നു. അപ്പൊ എന്താണ് ബാബുവേട്ടൻ ഇപ്പൊ പറയാനുള്ളത്? നമ്മുടെ വീട് പണി തുടങ്ങിയെന്ന മാതിരി പണി തീരുന്നവർക്ക് എല്ലാം എടുക്കണം കിട്ടിയില്ല. നമുക്ക് ബുദ്ധിമുട്ട് വേണ്ടി വന്നിട്ടായിരിക്കും. പണി തീരുന്നതനുസരിച്ച് സർക്കാർ കൊടുക്കുന്ന പൈസ എടുക്കാനായിട്ട് കിട്ടിയിരുന്നു. വീട് പണി പെട്ടെന്ന് തന്നെ തീർന്നു. പെട്ടെന്ന് നല്ല സ്പീഡായിരുന്നു. ഒരിക്കലും ബുദ്ധിമുട്ട് വന്നിട്ട്. അപ്പൊ ഈ ഓണക്കാലം നമുക്ക് ഈ പുതിയ വീട്ടിൽ തന്നെ അടിച്ചു പൊളിക്കാം അല്ലേ? എന്തായാലും ബാബുവേട്ടന്റെ വീട് പോലെ തന്നെ 4,51,000 വീടുകൾ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കി വീടുകൾ ഇനിയും പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അത്രയും സ്പീഡാണ് നമ്മുടെ സർക്കാർ ഓരോ പദ്ധതിയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലൈഫ് പദ്ധതി എന്തായാലും സാധാരണക്കാർക്ക് വലിയൊരു ഉപകാരം തന്നെയാണ്. എന്തായാലും നമുക്ക് വീടിന്റെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് ഉള്ളോട്ടൊന്ന് പോയി നോക്കിയാലോ? ആയിക്കോട്ടെ. സർക്കാരിന്റെ ഓണസമ്മാനമായി 2 ഗഡു ക്ഷേമ പെൻഷനാണ് 62 ലക്ഷം പേർക്ക് കൊടുക്കുന്നത്.
അതിൽ 3200 രൂപ വീതമാണ് ഓരോരുത്തർക്കും കൊടുക്കുന്നത്. ഇതും പ്രതീക്ഷിച്ചൊരു ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവർ പിന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷ തന്നെ ഇപ്പം ക്ഷേമ പെൻഷനാണ്. അപ്പോൾ ആഘോഷങ്ങൾക്ക് പുറമെ മരുന്ന് വാങ്ങാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഇപ്പോൾ നമ്മുടെ പെൻഷനെ കാത്തു നിൽക്കുന്നവരുണ്ട്. വളരെ പ്രതീക്ഷയോടു കൂടിയാണ് എല്ലാ മാസവും, ഓണം അല്ല എല്ലാ മാസവും വളരെ പ്രതീക്ഷയോടും സ്നേഹത്തോടും കൂടിയാണ് അവർ നമ്മളെ കാണുന്നത്. ഈ ഓണക്കാലത്ത് അവർക്ക് അതൊരു ആശ്വാസം തന്നെയായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെന്തായാലും നമ്മൾ സർക്കാരിനോട് തന്നെ നമുക്ക് നന്ദി പറയാം. അങ്ങനെ ഇന്നത്തെ എൻ്റെ യാത്ര അവസാനിച്ചിരിക്കുക ചേച്ചി. ഞാൻ ഒരുപാട് ഹാപ്പിയാ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി എനിക്ക് ചേച്ചിയുടെ വിശേഷങ്ങൾ കുറച്ച് അറിയണം. ഈ പ്രാവശ്യത്തെ ഓണം എങ്ങനെയൊക്കെ ആഘോഷിക്കുന്നത് ചേച്ചി? ഓണം കുഴപ്പമില്ലാത്ത രീതി ആഘോഷിക്കണം. നമുക്ക് സർക്കാരിൻ്റെ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് ഗവൺമെന്റ് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം അല്ലേ? അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണം നല്ല അടിപൊളി വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ഓണം തന്നെ നമുക്ക് ആഘോഷിക്കാം അല്ലേ? മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. വാണിരുന്ന കാലത്തെക്കുറിച്ചല്ല, വാണിടും കാലത്തെക്കുറിച്ചാണ് ഈ പാട്ട് സൂചിപ്പിക്കുന്നത്. ക്ഷേമ പെൻഷൻ, ലൈഫ് പദ്ധതി, സ്വന്തമായിട്ട് ഒരു ഭവനം, നമുക്ക് ഓണസദ്യക്ക് വേണ്ട സപ്ലൈക്കോല് നമുക്ക് വേണ്ട സദ്യക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും സാധാരണക്കാർക്ക് മിതമായ വിലയിൽ നമുക്ക് എല്ലാം ലഭ്യമാണ്. ഈ ഒരു ഓണക്കാലത്ത് നമ്മളെല്ലാവരും ഒരുപാട് സന്തോഷത്തോടെയാണ് നമ്മൾ ഈ ഓണക്കാലത്തെ വരവേൽക്കുന്നത് അല്ലേ? എൻ്റെയും നവകേരളം വ്ലോഗിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു.